എങ്ങനെയുണ്ട്? സംഭവം സെറ്റല്ലേ? അപ്പം നമുക്കിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടാലോ? വരൂ, നമുക്ക് ഒരുമിച്ച് പോകാം. വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സാണ് കേട്ടോ. ഇതിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാകുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു സൈസിന് ആവശ്യമുള്ള രീതിയിൽ ശകലം ലെങ്തിൽ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എന്താ, ബാക്കി വീഡിയോയിൽ കാണുന്ന കണക്ക് അങ്ങോട്ട് ചെയ്തെടുക്കുക. ഇനി പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്കങ്ങനെ വള സംസാരിക്കണമെന്ന് അറിയാൻ പാടില്ലടോ, അതുകൊണ്ടാണ്. അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പ്രോസസ്സ് കുറേ നേരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടിപൊളി ഒരു ഫ്ലവറിൻ്റെ ലുക്കിലുള്ള ഒരു സംഭവം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പെറ്റൽസ് എല്ലാം മതിയെന്ന് തോന്നുമ്പം വേണം കേട്ടോ ആ പ്രോസസ്സ് നിർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലൊരു ത്രെഡ് ഉപയോഗിച്ച് ഒരു കെട്ടങ്ങോട്ട് കൊടുക്കുക. സംഭവം സെക്യൂറായി ഇരിക്കണ്ടേ? അതിനുശേഷം ആ ഫ്ലവർ ഇങ്ങനെ ഒന്ന് വിടർത്തി നോക്കുമ്പോൾ എങ്ങനെയുണ്ട്, ഒരു ലുക്കൊക്കെ ഇല്ലേ? പിന്നെ കുറച്ച് ഏറ്റക്കുറച്ചിലൊക്കെ കാണും. അതിനെ നമ്മളിങ്ങനെ ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പാക്കി ഒന്ന് വെടുപ്പാക്കി എടുക്കുക. ഇനി അതിൻ്റെ പുറകെ സൈഡിലേക്ക് ഒരു ഫ്ലോറൽ വയർ ഉപയോഗിച്ച് നമ്മളൊരു സ്റ്റെം ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ലെങ്തുള്ള ഇതുപോലത്തെ ഒരു ഫ്ലോറൽ വയർ എടുത്തിട്ട് ഒരു സൈഡ് കുറച്ച് ലെങ്താക്കിയും മറ്റേ സൈഡ് കുറച്ചും കൂടെ ലെങ്ത് കൂട്ടിയെടുക്കുക. എന്നിട്ട് ആ ലെങ്ത് കൂട്ടിയ സൈഡ് വേണം ഇങ്ങനെ ചുറ്റി കൊടുക്കാൻ. എന്നിട്ട് ചുറ്റി കഴിയുമ്പോൾ രണ്ട് സൈഡ് ഒരുപോലെ ലെങ്തായെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ചുറ്റി താഴോട്ടൊരു സ്റ്റെമ്മാക്കുക. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഞാൻ പറഞ്ഞ് കൺഫ്യൂസ് ആക്കിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ലായിരിക്കും അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു ഗ്രീൻ ടേപ്പ് എടുക്കുക, അങ്ങോട്ട് ചുറ്റി കൊടുക്കുക. സംഭവം അടിപൊളിയായിട്ടില്ലേ? ഇങ്ങനെയുള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് അങ്ങോട്ട് ചെയ്തെടുക്കുമ്പം അടിപൊളി ലുക്കിലുള്ള കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ എന്താ, ഫ്ലവറായി, ഇനി ഒരു ഫ്ലവർ വേസ് വേണം. അതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേറൊരു ഐറ്റം എന്താണെന്നല്ലേ, നമ്മളെ കംഫർട്ടിൻ്റെ ബോട്ടിൽ തന്നെ അതങ്ങോട്ട് എടുക്കുക. അതിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ പുറകിലുള്ള ആ കവർ ഭാഗം അങ്ങോട്ട് കളയുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ അങ്ങോട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ കവറൊക്കെ കളഞ്ഞെടുത്തപ്പോൾ ഈ ഒരു കളർ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി കേട്ടോ. പെയിൻ്റ് അടിക്കാനുള്ള മടിയാന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, എനിക്ക് കളർ ഇഷ്ടപ്പെട്ടോണ്ട് തന്നെയാണ് സത്യം. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൈറ്റ് കളർ ഡോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു യെല്ലോ കളർ ഉപയോഗിച്ച് ഞാനൊരു ചെറിയ പൂ പോലെയൊക്കെ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു ഡിസൈനും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ സംഭവം കളറായി. ഇനി ഞാനതിൻ്റെ ഏറ്റവും ടോപ്പ് പാർട്ടിൽ കുറച്ചൊരു ത്രെഡ്, ഒരു വൈറ്റ് കളർ ഒരു ത്രെഡും കൂടെ ചുറ്റി കൊടുത്തിട്ട് ആ ഫ്ലവറും കൂടെ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം എങ്ങനെ, സംഭവം ഫുൾ കളറായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയടോ, ഞാൻ അറിയട്ടെ.